എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചകിരി ഉണ്ടല്ലോ, ആ ചകിരി കൊണ്ട് നമുക്ക് ഒത്തിരി ഉപകാരങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ഉപകാരങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ ചകിരി കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൊച്ചു ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അത് ഒത്തിരി ഉപകാരമാണ്, അതുപോലെ വളരെ സിമ്പിളാണ്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു തേങ്ങ പൊതിച്ച് കഴിഞ്ഞിട്ടുള്ള ചകിരി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ പൊതിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ചകിരിയെ കിട്ടുള്ളൂ, പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കണം. ഇന്ന് എങ്ങനെയാണ് എടുക്കണേന്ന് നോക്കാം. അതായത് ഞാനിപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ പിച്ചി പറിച്ചെടുക്കുകയാണ് പതിവ്. എനിക്ക് അങ്ങനെ അറിയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേറെ രീതി അറിയുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പറഞ്ഞു തരണം. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും പല രീതിയിൽ നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അത് നമുക്ക് ഒത്തിരി ഉപകാരമാണ്. അതുപോലെ ഇതും വളരെ സിമ്പിളായിട്ട് എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും പറഞ്ഞു തരണം. അപ്പം നമുക്ക് ഇതിന് ആവശ്യമുള്ള ചകിരി പറിച്ചെടുക്കാം. അപ്പം എനിക്ക് ആവശ്യമില്ലാത്ര ചകിരി ഇതിൽ നിന്ന് പറിച്ചെടുത്ത് കഴിഞ്ഞു. ഇത് നല്ല തിക്കായിട്ടായിരിക്കണേ, നമ്മളതൊന്ന് ചെറുതായിട്ട് വേർപ്പെടുത്തണം. ഇത് വേർപ്പെടുത്തി കഴിയുമ്പോൾ അതിൻ്റെ ചോറ് കിട്ടും നമുക്ക്. അത് നമുക്ക് ഒരുപാട് ഉപകാരമാണ്. അത് എന്തിനാണെന്നറിയോ, നമ്മൾ സീഡ് ബോക്സ് നിറയ്ക്കണ സമയത്ത് അതിലേക്ക് ഏറ്റവും ഉപകാരമാണ്. മാത്രമല്ല നമ്മൾ നിലത്തായാലും വിത്തുകളൊക്കെ പാവുമല്ലോ, അന്നേരം മണ്ണിട്ട് ഇതിൻ്റെ മേലെ ഈ നൈസായിട്ടുള്ള ചകിരി ചോറ് ഇട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ വിത്തിട്ടിട്ട് മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുളയ്ക്കാനും സഹായിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് പറിച്ചെടുക്കാനും പറ്റും. അപ്പോൾ നമ്മളിത് പിച്ചി ചീന്തി കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് കട്ടാക്കാം. കണ്ടു, ഇങ്ങനെയുള്ളത് ഒരിക്കലും കട്ടാക്കരുത് കേട്ടോ. ഇങ്ങനെ കട്ടാക്കി കഴിഞ്ഞാൽ കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ചെടികൾക്ക് ശരിക്കുള്ള വേരോട്ടം കിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പിച്ചി ചീന്തിയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേരോട്ടം കിട്ടുന്നു. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇത് നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്നതും അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ചെയ്യണതും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ മുന്നേ പാലക് ചീരയുടെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് താഴെ ഇടാം. അവരതൊന്ന് കണ്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം. ചെടികൾക്ക് വേരോട്ടം കിട്ടാൻ മാത്രമല്ല ഈർപ്പം നിലനിൽക്കാനും വേരോട്ടം കിട്ടാനും ഈ ചകിരി ചോറ് ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ചകിരിച്ചോറ് ഇതേപോലെ പിച്ചി ചീന്തി കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിടാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഉണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ നൈസ് പൊടി. ഇതിലാണ് നമ്മൾ വിത്ത് പാവാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഉപകാരമാണ്. ഇപ്പോൾ വിത്ത് പാവ മാത്രമല്ല, ചെടിയുടെ കടക്കിലിടാനും എല്ലാത്തിനും അതേ നല്ലതാണ്. ഇനി നമ്മൾ ഈ ചകിരി വെച്ചിട്ടുണ്ടല്ലോ, രണ്ട് അടിപൊളി സ്ക്രബ്ബർ ഉണ്ടാക്കുകയാണ്. ഒന്ന് പാത്രം കഴുകാനുള്ള സ്ക്രബ്ബറും അതേപോലെ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സ്ക്രബ്ബറും. അതിന് നമ്മൾ ഇതിന്ന് കുറച്ച് ചകിരി എടുത്തിട്ട് നന്നായിട്ട് പിച്ചി ചീന്തി, അത് നമ്മൾ പച്ചക്കറിക്ക് ഇടുന്ന പോലെയല്ല, അതിനേക്കാളും ഒത്തിരി നന്നായിട്ട് പിച്ചി ചീന്തി കറക്റ്റ് ആക്കണം. നമുക്ക് മേലെ തേക്കാനുള്ള സ്ക്രബ്ബറിന് മാത്രമാണ് നമുക്ക് ഒത്തിരി നന്നായിട്ട് കറക്റ്റ് ആക്കേണ്ടത്. അല്ലാതെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറാണെങ്കിൽ അത്ര അധികം വേണ്ട കേട്ടോ. അത് നമുക്ക് കുറച്ച് അതിൻ്റെ ചോറ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് ചെയ്യണത് നല്ലതല്ല. അപ്പോൾ നമുക്കിതൊന്ന് കവർ ചെയ്യണം. അപ്പോൾ ഇത് കവർ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് കൊതുവല ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ അടിയിലൊക്കെ ഒരു സംഭവം കാണും, നെറ്റ് പോലെ. അത് പെൺകുട്ടികളുള്ള വീട്ടിൽ കാണാനായിട്ട് സാധിക്കും. അവരുടെ ഡ്രസ്സിൻ്റെ അടിയിൽ ഉടുപ്പൊക്കെ നമുക്ക് ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കാനായിട്ടൊക്കെ സഹായിക്കും ഒരു തരം നെറ്റ്. അത് പഴയ ഉടുപ്പിൽ നിന്ന് നമുക്ക് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റിച്ചിങ് മെഷീൻ്റെ സംഭവങ്ങളൊക്കെ വാങ്ങണ കടകളിലും കിട്ടും ഇങ്ങനത്തെ. അത് ചോദിച്ചാൽ മതി, ഒരു 1/4 മീറ്റർ എങ്ങാനും നമുക്ക് വാങ്ങിച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിലും ഇതുണ്ടല്ലോ, ഇത് ഞാൻ എവിടുന്നാണ് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡ് വാഷൊക്കെ വാങ്ങില്ലേ, ഹാൻഡ് വാഷൊക്കെ വാങ്ങണ സമയത്ത് അത് ഇങ്ങനത്തെ ഒരു കവറിലിട്ടിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് എടുത്തു വെച്ചതാണ്. അപ്പം ആദ്യം നമ്മൾ പാത്രം കഴുകണ സ്ക്രബ്ബറാണ് തയ്യാറാക്കണത്. അതിന് ഒത്തിരി സോഫ്റ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പിച്ചി ചീന്തി കളഞ്ഞാൽ മതി. അതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു കൊതുവലയോ അല്ലെങ്കിൽ ഞാൻ നെറ്റോ എന്തെങ്കിലും പറഞ്ഞല്ലോ, അതെടുക്കുക. അതെടുത്തിട്ട് അതിലോട്ട് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മേൽവശം മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത്. അതിന് ശേഷം അത് പിന്നെയും ഒന്ന് കവർ ചെയ്തിട്ട് ബാക്കി വരുന്നത് ഞാൻ മൊത്തം കൂട്ടി പിടിച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ സൂചി നൂലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിൽക്കും. ഇതെൻ്റെ ചെറിയ ഐഡിയ ആണ്. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ഐഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നറിയാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് അടിപൊളിയായിട്ട് ചെയ്യണം. ഇത് ഏറ്റവും നല്ലതാണ്. നമ്മൾ പൈസ കൊടുത്ത് സ്ക്രബ്ബർ വാങ്ങണേക്കാളും ഒരുപാട് നല്ലതാണ്. നമുക്കിത് 2 ദിവസം കൂടുമ്പോൾ ഇത് അഴിച്ചിട്ട് അതിലത്തെ ചകിരി മാറ്റാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ ഫുഡ് ഇൻഫെക്ഷനും അസുഖങ്ങളും വാങ്ങുന്ന സ്ക്രബ്ബറിൽ നിന്നാണ് വരുന്നതെന്ന് പറയപ്പെടുന്നു. കാരണം നമ്മൾ ഒരു സ്ക്രബ്ബർ വാങ്ങി
ഒരാഴ്ചയിലും കൂടുതൽ ഉപയോഗിക്കും. നമ്മൾ 2 ദിവസം കൂടുമ്പോൾ മാറ്റാനായിട്ട് ശ്രമിക്കാറില്ലേ, പക്ഷേ ഇങ്ങനെ ചകിരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം കൂടുമ്പോൾ മാറ്റാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കണ്ടല്ലോ, ഇത് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന സ്ക്രബ്ബറിനേക്കാളും നല്ല കറക്റ്റായിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇതിനേക്കാളും നല്ല ഭംഗിയിലുണ്ടാക്കി എനിക്ക് തീർച്ചയായിട്ടും ഫോട്ടോസ് അയച്ചു തരണം. അങ്ങനെ ചകിരി കിട്ടാൻ സൗകര്യമുള്ളവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, വളരെ എളുപ്പമാണ്. അടുത്തതായിട്ട് നമുക്ക് മേൽ തേക്കുന്ന സ്ക്രബ്ബർ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല സോഫ്റ്റ് ആവണ വരയ്ക്കും നമ്മൾ നന്നായിട്ട് ഇത് പിച്ച് ചീന്തി കറക്റ്റ് ആക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മേല് കോറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് പല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. പിച്ച് ചീന്തി സോഫ്റ്റ് ആക്കിയിട്ടുള്ള ചകിരി എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് വെച്ചിട്ട് 4 മടക്കി ഹെമ്മിങ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചതുരൻ രീതിയിലൊക്കെ മടക്കി ഹെമ്മിങ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെയല്ല കേട്ടോ സാധാരണ ഉപയോഗിക്കാറ്. ഞാൻ ഉപയോഗിക്കുന്ന രീതി നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാട്ടോ. ഞാൻ ചെയ്യണ രീതിയല്ല വേണ്ടത്, നിങ്ങൾ ഇതിനേക്കാളും നല്ല രീതിയിൽ ചെയ്തിട്ട് തീർച്ചയായിട്ടും എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് ഞാൻ ചെയ്യുന്ന രീതി ജസ്റ്റ് ഒന്ന് കാണാം. അതുണ്ടല്ലോ, ഇതിൻ്റെ എല്ലാ ഭാഗവും ഓപ്പൺ ആണ് എങ്കിലും നമുക്കിത് കൂട്ടി പിടിച്ചിട്ട് സുഖമായി കെട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ കെട്ടണതിന് പകരം നമുക്ക് നൂല് ചുറ്റിയാലും മതി. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം. അങ്ങനെ നമുക്ക് 2 സൈഡും കെട്ടാം. ഞാനപ്പോൾ അങ്ങനെ 2 സൈഡ് നൂലിട്ട് കെട്ടുകയല്ല ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് ഇത് കൂട്ടി പിടിച്ച് കെട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു ഭാഗം മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളൂ. അതിലൂടെ നമുക്ക് ഈ കറക്റ്റ് ഇത് വെച്ചിട്ടുള്ള ചകിരി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ കൂട്ടി പിടിച്ചിട്ട് കെട്ടുകയോ അല്ലാന്നുണ്ടെങ്കിൽ നൂല് ചുറ്റുകയോ ചെയ്യാം. അപ്പം നമുക്ക് അവിടെ ഒരു പിടി പോലെയാവും. അതായത് നമുക്ക് അവിടെ പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ മേത്തൊക്കെ ഒന്ന് ഉരയ്ക്കണമെങ്കിൽ അതിനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പമാണ്. ഞാനിങ്ങനെയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം. ഇത് വളരെ എളുപ്പമാണ്, വളരെ നല്ലതാണ്. നമുക്ക് പൈസ കൊടുത്തിട്ട് ഇങ്ങനെയൊന്നും വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ചകിരിച്ചോറ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള ചകിരി ഉണ്ടല്ലോ, അതുകൊണ്ടും അത് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്ത് നമുക്കിപ്പോൾ നല്ല വേനൽക്കാലമാണ്, ചെടികളുടെ കടഭാഗമൊക്കെ നന്നായിട്ട് ചൂട് പിടിക്കുന്ന സമയമാണ്. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് നല്ല ചൂട് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ചകിരി അതിൻ്റെ കടക്കിലായിട്ട് വെക്കണം. അപ്പോൾ പെട്ടെന്നുള്ള ചൂട്, പ്രത്യേകിച്ച് തക്കാളിയുടെയൊക്കെ കടക്കിൽ അധികം ചൂട് കൊള്ളാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൂകൊഴിച്ചിലുണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ നമുക്കിങ്ങനെ ചകിരി ഇതിൻ്റെ കടക്കിൽ ഇടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മാത്രമല്ല, ഇവിടെ ഒരുവിധം എല്ലാ ചെടികളുടെ കടക്കിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ കോളിഫ്ലവർ, കേബേജ്, മുളക്, ഇങ്ങനെ എല്ലാത്തിൻ്റെ കടക്കിലും ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യും. മാത്രമല്ല, നമ്മളിപ്പോൾ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യണ സമയത്ത് അത് മണ്ണ് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒലിച്ചു പോകാതിരിക്കാൻ അതിൻ്റെ ചുറ്റും ഇതേപോലെ ചകിരി കൊണ്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ വീട്ടിലത്തെ ചകിരി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഉപകാരമാണ്. ചകിരിച്ചോറും എല്ലാം നമുക്ക് ഒത്തിരി പ്രയോജനമാണ്. പിന്നെ നമ്മൾ മട്ടുപാവിൽ കൃഷി ചെയ്യണ ഒരു ഗ്രോ ബാഗ് ഈ ചകിരിയുടെ മേലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ചകിരി 3 എണ്ണമായിട്ട് ഇങ്ങനെ വെച്ച് അതിൻ്റെ മേലെ ഗ്രോ ബാഗ് വെച്ചാൽ അടിയിൽ നിന്നുള്ള ചൂട് തട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ വേറെ സ്റ്റാൻഡൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ ആ സ്റ്റാൻഡൊക്കെ വാങ്ങി പൈസ കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചകിരി ഉണ്ടെന്നുണ്ടെങ്കിൽ 3 എണ്ണം നമ്മൾ അടുപ്പൊക്കെ പോലെ ഇങ്ങനെ ജസ്റ്റ് വെക്കുക. അതിൻ്റെ മേലെ നമ്മൾ ഗ്രോ ബാഗ് കയറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം വാരാനും അതുപോലെ ചൂട് തട്ടാതിരിക്കാനും ഒത്തിരി നല്ലതാണ്. ചകിരി ഇട്ട് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാരം ധാരാളം കിട്ടും. ചാരം നല്ലൊരു വളമാണ്. അപ്പോൾ നമ്മളുടെ ചകിരി നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കണം. അപ്പം നമ്മുടെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു നമ്മുടെ കേശകാന്തി ചെടി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പലരും കയറണില്ല. അപ്പോൾ ഒഴിവുള്ളവർ അതിലൊക്കെ ഒന്ന് കയറുക, ഞാനായിട്ട് സംസാരിക്കാം. നന്ദി, നമസ്കാരം.